പ്രേംലലെ, മലേഷ്യൻ എയർലൈൻസിന്റെ MH370 വിമാനം കാണാതായിട്ട് 11 വർഷം പൂർത്തിയാവുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ വിമാനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ്. വിമാനം തകർന്നുവെന്ന് കൺഫർമേഷൻ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പക്ഷേ അതിൻ്റെ അവശിഷ്ടം എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു നിശ്ചയമില്ല. എന്താണ് ഇത് സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകളും വിശകലനങ്ങളും? തുഫയിലെ ഈ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതയായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്ന സംഗതി ഒരു അഴിയാക്കുരുക്കാണ് വാസ്തവത്തിൽ ഈ മലേഷ്യൻ വിമാനമായ MH370 അതിന്റെ തിരോധാനം. ആ വിമാനം തകർന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. തകർന്നെങ്കിൽ അതിലുണ്ടായിരുന്ന ആൾക്കാരെവിടെ, അവരുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തണമല്ലോ. അതെവിടെയാണ് തകർന്നത്? ഇക്കാര്യങ്ങളിലൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് ആധുനിക സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗതി പ്രാപിച്ച ഈ കാലത്ത് പോലും ഈ ഒരു സംഭവത്തിന് കൃത്യമായ ഒരു വിശദീകരണമോ ഉത്തരവോ നൽകാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഈ കാര്യത്തിൽ ഒരു ഉത്തരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ മലേഷ്യ വീണ്ടും ഏതാണ്ട് 11 വർഷമായിട്ട് ഈ വിമാനത്തിന് വേണ്ടി തിരയുന്നുണ്ട്. വീണ്ടും ഒരു അവസാന കൈ എന്ന രീതിയിൽ അവസാന തെരച്ചിലാണ്. ഇതിന് കിട്ടിയില്ലെങ്കിൽ ഇല്ല, ഇനിയില്ല, ഇനി തെരച്ചിലില്ല, അതിനെ ഉപേക്ഷിക്കുകയാണ്. ഈ വരുന്ന ഡിസംബർ 30-ന് വീണ്ടും തെരച്ചില് പുനരാരംഭിക്കുകയാണ്. അമേരിക്കയുടെ റോബോട്ടിക് സ്ഥാപനം, അതായത് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കടലിന്റെ അടിയിൽ തിരയാൻ യന്ത്ര സംവിധാനങ്ങളുള്ള ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് മലേഷ്യൻ സർക്കാർ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് പ്രകാരം നോ ഫൈൻ നോ ഫീസ്, അതായത് കണ്ടെത്തിയില്ലെങ്കിൽ പൈസയൊന്നും കൊടുക്കണ്ട, കണ്ടെത്തിയാൽ പൈസ കൊടുക്കണം, അങ്ങനെയുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം. ഇതിനോടകം തന്നെ മലേഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ കോടിക്കണക്കിന് രൂപ, ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഈ തെരച്ചിലിന് വേണ്ടി ഇതിനോടകം തന്നെ ചെലവിട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി ഈ പറയുന്ന നോ ഫൈൻ നോ ഫീസ് ആ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഈ ദൃശ്യത്തിൽ കാണുന്നത് ആ റോബോട്ടിക് സാങ്കേതിക വിദ്യയുള്ള കപ്പൽ സംവിധാനമാണ്. ഇപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് തിരയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് തെരഞ്ഞ് കണ്ടെത്തിയാൽ ഈ ഡിസംബർ 30-ന് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തില് ഏതാണ്ട് 15,000 സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശത്താണ് തെരച്ചില് നടത്താൻ ലക്ഷ്യമിട്ടേക്കുന്നത്. അപ്പൊ അവിടെ തെരച്ചിൽ നടത്തി കിട്ടും എന്നുള്ളതാണ്. 55 ദിവസമാണ് ഇതിനു വേണ്ടിയിട്ട് അവര് 55 ദിവസത്തിനുള്ളിൽ തെരച്ചിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇനി എന്താണ് ഈ വിമാനത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ സംഭവം നടക്കുന്നത് 2014 മാർച്ച് 8-ന് അർദ്ധരാത്രി മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം. അപ്പോ രാത്രി 12:41-ന് പുറപ്പെട്ട വിമാനം അവര് പോയത് ചൈനയിലെ ബെയ്ജിങ്ങിലേക്ക് പുറപ്പെട്ട വിമാനമാണ്. ഈ വിമാനം, ആ വിമാനത്തില് 227 യാത്രക്കാരും 12 ജീവനക്കാരും അടക്കം 239 പേരുണ്ടായിരുന്നു. ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്ത് ഒരു 38 മിനിറ്റ് വരെ ഇവര് എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഈ 38-ാം മിനിറ്റിന് ശേഷം എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അപ്പോൾ അതിന്റെ കാര്യം ഇവരുടെ ഈ മലേഷ്യയുടെ വ്യോമപരിധി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള വ്യോമപരിധി തായ്ലൻഡിന്റെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ വിയറ്റ്നാമിന്റെയാണ്. ഇവരുടെ ഒരു എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധം സ്ഥാപിക്കണം, അതാണ് ഒരു നടപ്പ് രീതി. അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ മലേഷ്യയിലെ എയർ ട്രാഫിക് കൺട്രോളുകാർ അതത്ര ഗൗനിച്ചില്ല. പക്ഷേ ഈ പറയുന്ന തായ്ലാന്റ് എയർ ട്രാഫിക് കൺട്രോൾ ഇതിന്റെ സിഗ്നലും കിട്ടിയില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ വൈകിപ്പോയി. അപ്പൊ ഇവര് ഈ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ള ഒരു കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. പക്ഷെ ഈ വിമാനം എവിടെയാണ്, എങ്ങനെയാണ്, ഈ വിമാനം തകർന്നോ, അതിനെ സംബന്ധിച്ച് അപ്പോൾ തന്നെ മലേഷ്യയുടെ നേവൽ വിഭാഗമൊക്കെ അതിനോടൊക്കെ തന്നെ തെരച്ചിലൊക്കെ ആരംഭിച്ചിട്ടും വിമാനം തകർന്നതായിട്ട് ബന്ധപ്പെട്ട യാതൊരു തെളിവും കിട്ടിയിരുന്നില്ല. മണിക്കൂറുകളോളം അവർ തെരഞ്ഞു, ഒരു തെളിവും ഇത് വിമാനം പോയ ഒരു സഞ്ചാരപാതയുണ്ടല്ലോ, ആ പാതയിൽ കൂടിയാണ് ഇവർ തെരച്ചിൽ നടത്തിയ, ഒരു തെളിവും കിട്ടിയില്ല. അപ്പൊ അവിടെ ആ തെരച്ചിൽ പുരോഗമിച്ചു. അപ്പൊ ഇവര് കണക്കൂട്ടിയൊരു അനുമാനം രാവിലെ 6:30-ന് ഇത് ചൈനയിലെ ബെയ്ജിങ്ങിലെ ഈ വിമാനം ലാൻഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതുവരെ ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ വിമാനം ലാൻഡ് ചെയ്തില്ല. അപ്പൊ അതോടുകൂടി ഈ വിമാനത്തിന് എന്തോ അപകടം സംഭവിച്ചു എന്നുള്ള സ്ഥിരീകരണം വന്നു. അപ്പൊ ഇനി എന്താണ് സംഭവിച്ചത്? കാരണം ഇവര് ഈ റഡാർ സംവിധാനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ അവസാനം ഈ റഡാർ സംവിധാനത്തിന്റെ ബന്ധം വിച്ഛേദിക്കുമ്പോൾ ഇത് ദക്ഷിണ ചൈന കടലിന് മുകളിലാണ് ഈ വിമാനം ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷമാണ് എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. പക്ഷെ വീണ്ടും ഈ മലേഷ്യയുടെ വ്യോമസേനയുടെ റഡാറിൽ ഈ വിമാനം പതിയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം ഇപ്പൊ ആ മാപ്പ് ഒന്നുകൂടി കാണിച്ച കാര്യങ്ങൾ വ്യക്തമാവും. അപ്പൊ ഇത് പ്രകാരം ഇത് കിഴക്കൻ ദിക്കിലോട്ടാണ് ഈ വിമാനം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ഈ മലേഷ്യൻ വ്യോമസേനയുടെ റഡാർ സിഗ്നൽ പ്രകാരം
ഈ വിമാനം ഒരു യൂ ടേൺ എടുത്തു. കിഴക്കോട്ട് പോയിക്കൊണ്ടിരുന്ന വിമാനം നേരെ പടിഞ്ഞോട്ട് തിരിഞ്ഞ് യാത്ര ചെയ്ത് മലായ് ഉപദ്വീപിനെയും ആൻഡമാൻ കടലിനെയും കടന്നുപോയി. കൂടാതെ വടക്കൻ മലേഷ്യയിലെ പെനാങ് ദ്വീപിന് 200 നോട്ടിക്കൽ മൈല് വടക്ക് പടിഞ്ഞാറ് വെച്ച് ഈ മലേഷ്യയുടെ വ്യോമസേനയുടെ റഡാർ പരിധിയിൽ നിന്നും ഈ വിമാനം പോയി. അപ്പോഴും ഈ വിമാനം എങ്ങോട്ട് പോയെന്നൊരു ഐഡിയയുമില്ല. പിന്നീട് ചില ഉപഗ്രഹ സംവിധാനങ്ങളുടെ സഹായത്തോടെ, അത് കുറെ കഴിഞ്ഞിട്ടാണ്, ഈ വിമാനം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പോ ഇപ്പോ ഈ തെരച്ചിൽ മുഴുവൻ നടക്കുന്നത്, അതായത് ആദ്യം തെരച്ചിലൊക്കെ നടന്നത്, അതായത് ഈ വിമാനം റഡാറിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന സമയത്ത് തെരച്ചിൽ നടന്നത് ദക്ഷിണ ചൈന കടലിലായിരുന്നു. അപ്പൊ ആ തെരച്ചിൽ നടക്കുന്ന സമയത്തും ഈ വിമാനം പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ ഉപഗ്രഹ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വിവരം. അപ്പൊ ഇവിടെ പല രീതിയിലുള്ള ഊഹാപോഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചു. കാരണം ഈ വിമാനം ഒന്നുമില്ലാതെ അങ്ങ് അപ്രത്യക്ഷമായി. അപ്പോ ഇതിന്റെ അവശിഷ്ടങ്ങളൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് വന്ന ഏറ്റവും അവിശ്വസനീയമായ വാദഗതി, ഏതോ അന്യഗ്രഹ ജീവികൾ വന്ന് ഈ വിമാനത്തെ തട്ടിക്കൊണ്ടുപോയി. ഈ ചില സ്റ്റാർ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചില കഥകളിലുള്ള സംഗതിയുണ്ട്. ഒരു വാതിലിന് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് അപ്രത്യക്ഷമാകും. ആ രീതിയിൽ ഇത് അപ്രത്യക്ഷമായി പോയതാണ് എന്ന തരത്തിൽ ചില വാദങ്ങളൊക്കെ വന്നു. പക്ഷെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ നിഷേധിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയായി. പക്ഷേ ഏതാണ്ട് 2014 നടന്ന അപകടത്തെ ഏതാണ്ട് 3-4 വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 2014, 2017 ആ ഒരു കാലയളവിനുള്ളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളുടെ കടൽ തീരത്ത് നിന്ന് ചില അവശിഷ്ടങ്ങളൊക്കെ കിട്ടി. അപ്പൊ അതോടുകൂടി ഈ കിട്ടിയ അവശിഷ്ടങ്ങൾ ഈ മലേഷ്യൻ എയർലൈൻസിന്റെ MH370 ബോയിങ് 777 വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആ വന്നടിഞ്ഞത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പൊ അവശിഷ്ടം കിട്ടിയതോടുകൂടി ഈ വിമാനം തകർന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പോഴും ഈ വിമാനത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എവിടെ, അതിലുണ്ടായിരുന്ന ആൾക്കാരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെ, ആ കാര്യത്തെ കുറിച്ച് ഇപ്പോഴും നമുക്കൊരു ചോദ്യവും കിട്ടിയിട്ടില്ല. അപ്പൊ 2014, 2017 വരെ മലേഷ്യ, ഓസ്ട്രേലിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്തമായിട്ട് തെക്കൻ ഇന്ത്യ മഹാസമുദ്രത്തിലെ 1,20,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് വലിയ തെരച്ചിലൊക്കെ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോ ഈ സമയത്താണ് നമ്മുടെ അമേരിക്കൻ സാങ്കേതിക വിദ്യയുള്ള US റോബോട്ടിക് സ്ഥാപനം ഓഷ്യൻ ഇൻഫിനിറ്റി അവര് 2019 ഒരു തെരച്ചിലുമായിട്ട് വന്നു. അപ്പൊ അവര് ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടത്തിയത്. പക്ഷെ അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, കാരണം പ്രതികൂലമായ കാലാവസ്ഥ. അപ്പൊ ഇതിനിടയില് 2023 ഒരു വിദഗ്ധ സംഘം, ജീൻ ലുക്ക് മർച്ചന്റും പാട്രിക് ബെല്ലി, ഇവർ രണ്ടുപേരും ഒരു നിഗമനമെത്തി. അവര് 10 ദിവസം നീണ്ട പരിശോധനകൾക്ക് ശേഷമാണ് അവർ നിഗമനമെത്തിയത്. അവർ കണ്ടെത്തിയ നിഗമനം, ഈ വിമാനം അത് ഈ സാധാരണഗതിയിൽ ഒരു വിമാനം പറന്നുയർന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോ പൈലറ്റിലേക്ക് മാറും. അപ്പൊ ഓട്ടോ പൈലറ്റിൽ എന്തെങ്കിലും സാങ്കേതിക പിഴവ് വന്നിട്ടാകാം ഈ വിമാനം വഴിതിരിഞ്ഞ് യൂട്ടേൺ അടിച്ചു പോയത്, അങ്ങനെ ദിശ തെറ്റിപ്പോയത് എന്ന് ചിലർ വാദിച്ചിരുന്നു. പക്ഷെ അവർ കണ്ടെത്തിയ വാദം, ഒരിക്കലും അത് ഓട്ടോ പൈലറ്റിന് സംഭവിച്ചൊരു പിഴവല്ല, അത് ഒരു മനുഷ്യൻ തന്നെ ആ വിമാനം നിയന്ത്രിച്ചത് കൊണ്ടാണ് ഈ വിമാനത്തിന് വഴി തെറ്റിയത് എന്ന് അവർ സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം അവർ നൽകിയ സൂചനകൾ അനുസരിച്ച് ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു 15,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് തെരച്ചിൽ നടത്തണം എന്ന ഒരു ശുപാർശ ചെയ്തിരുന്നു. പക്ഷെ ഇതിന് ഭാരിച്ച സാമ്പത്തിക ചെലവുണ്ട്. അക്കാര്യത്തിലാണ് ഇത് വീണ്ടും നീണ്ടുപോയത്. ഏതായാലും മലേഷ്യ ഇപ്പോ നേരത്തെ പറഞ്ഞ ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന് പറയുന്ന അമേരിക്കൻ സ്ഥാപനവുമായിട്ട് നോ ഫണ്ട് നോ ഫീസ്, കിട്ടിയാൽ പൈസ തരാം, കിട്ടിയില്ലെങ്കിൽ വേണ്ട, അത് പ്രകാരം $7 കോടി ധാരണ. ഇപ്പോ ഈ വിമാനം കണ്ടെത്തി കൊടുത്താൽ $7 കോടി മലേഷ്യൻ സർക്കാർ ഈ സ്ഥാപനത്തിന് നൽകണം, കിട്ടിയില്ലെങ്കിൽ ഒന്നും കൊടുക്കുകയും വേണ്ട. അവർ ഈ ദൗത്യം ഏറ്റെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ വിമാനത്തിൽ 2 പൈലറ്റുമാരുണ്ടായിരുന്നു. അതിൽ മുഖ്യ പൈലറ്റ് അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ പേര് സഹരി ഷാ എന്നുള്ളതാണ്. 53 വയസ്സുണ്ട്. കൂടെയുള്ളത് ഫരീഖ് അബ്ദുൽ ഹമീദ്, 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് അനുഭവ സമ്പത്ത് കുറവാണ്. അപ്പൊ ഈ സഹരി ഷാ, അദ്ദേഹമാണ് ഈ വിമാനം തകരാനുള്ള ഉത്തരവാദി എന്ന തരത്തിലാണ് പുതിയ വിവരങ്ങൾ വരുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടില് ഈ സിമുലേഷൻ എന്ന് പറയുന്ന, അതായത് പൈലറ്റുമാരുടെ പരിശീലനത്തിന് വേണ്ടി
കമ്പ്യൂട്ടർ നിയന്ത്രിത ഒരു സംവിധാനമാണ് ഈ സിമുലേറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ക്രീനിൽ വിമാനം പറക്കുന്നതിന് സമാനമായ ഒരു ദൃശ്യം ഉണ്ടാകുക, അതനുസരിച്ച് സാങ്കല്പിക സാഹചര്യങ്ങൾക്കനുസരിച്ച് പൈലറ്റ് വിമാനം പറത്തി നോക്കുന്ന അങ്ങനെ ഒരു പരിശീലന സംവിധാനം സിമുലേറ്റർ. അപ്പൊ അതില് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ ഭാഗത്തെ റൂട്ട് ഇദ്ദേഹം അതിന്റെ ഡാറ്റ നീക്കം ചെയ്ത് ഇദ്ദേഹത്തിന്റെ സിമുലേറ്ററിൽ നിന്ന് അദ്ദേഹം ഉപയോഗിച്ചതിന് ശേഷം നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അന്വേഷണ സംഘം പിന്നീട് കണ്ടെത്തി. അപ്പൊ ഈ വിമാനം അപ്രത്യക്ഷമായ സ്ഥലവും ഇദ്ദേഹം ഈ നീക്കം ചെയ്ത ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ആ ഡാറ്റയും സമമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ഇതിൽ വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിരീകരണം. കൂടാതെ മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോളും ഇദ്ദേഹവുമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ കുറച്ച് ഡിലേ ഉണ്ടാകുന്നുണ്ട്, പ്രതികരണം പെട്ടെന്ന് ഉണ്ടാകുന്നില്ല. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കോക്പിറ്റിൽ ആരോ ഇടപെട്ടിട്ടുണ്ട്, അത് ഇദ്ദേഹം തന്നെ ആകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം. പിന്നെ വന്ന മറ്റൊരു വിവരം, 2 ഇറാനിയൻ പൗരന്മാര് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അവര് വ്യാജ രേഖകളുമായിട്ടാണ് ഈ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത്. അപ്പൊ അവർക്ക് വിമാന റാഞ്ചുകളാണോ എന്ന തരത്തിൽ ആശങ്ക വന്നിരുന്നു. പക്ഷെ അവര് വാസ്തവത്തിൽ നിരപരാധികളാണ്. അവർ യൂറോപ്പിലേക്ക് കടക്കാനായിട്ട് അഭയാർത്ഥികളാണ്. അവര് ആ രീതിയിൽ വിമാനത്തിൽ യാത്ര ചെയ്തവരാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പോ മലേഷ്യയില് കാലാകാലങ്ങളായിട്ട് ഈ വിമാന യാത്രക്കാരായിട്ട് ഉണ്ടായിരുന്നവരുടെ കുടുംബാംഗങ്ങൾ നിരന്തരമായി ആവശ്യം ഉന്നയിക്കുന്നുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കൾ എവിടെ. അപ്പൊ അവരുടെ ഒരു ആവലാതി പരിഹരിക്കുക, അവരുടെ ചോദ്യത്തിന് ഒരു അവസാനമായ ഉത്തരം കണ്ടെത്തുക എന്നുള്ള ബോധ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലേഷ്യൻ സർക്കാർ വീണ്ടും ഈ വിമാനത്തിനായിട്ടുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നത്. അതായത് ഡിസംബർ 30-ന് തെരച്ചിൽ പുനരാരംഭിക്കും. 55 ദിവസമായിരിക്കും ഈ തെരച്ചിൽ നീണ്ടു നിൽക്കുക. അതിനുള്ളിൽ ഈ MH370 അതിനെ സംബന്ധിച്ചുള്ള ദുരൂഹത അഴിയും എന്ന് തന്നെ നമുക്ക് തൽക്കാലം കരുതാം.